പ്രസിദ്ധമായ ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഒക്ടോബർ 27-ാം തീയതി ആഘോഷിക്കുന്നു. ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്ര മഹോത്സവം ഒക്ടോബർ 27-ാം തീയതി തിങ്കളാഴ്ച. സ്കന്ദഷഷ്ഠി മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കർഷകരുടെ പ്രശ്നങ്ങൾ അധികാരികളിൽ എത്തിക്കാനും ക്ലബ്ബ് പ്രവർത്തിക്കും. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമായി പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചു. EMS ഭവനിൽ നടന്ന രൂപീകരണ യോഗത്തിൽ കർഷകരും വായനശാല പ്രവർത്തകരും പങ്കെടുത്തു. VR മോഹൻദാസ് മാസ്റ്റർ വിഷയാവതരണം നടത്തിയ കാർഷിക സെമിനാറും നടന്നു. വായനശാല രക്ഷാധികാരി PA അച്ഛൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. KP ജോൺ പ്രസിഡന്റ്, PV തങ്കച്ചൻ സെക്രട്ടറി, അച്യുതൻ NV ട്രഷറർ എന്നിവരടങ്ങുന്ന ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. നമ്മുടെ നാട്ടിലുണ്ടായി. പക്ഷേ പലതരത്തിലുള്ള വളർച്ച, വികസനങ്ങൾ, പരിണാമങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നതോടെ ആളുകൾക്ക് മാനസികമായ വികാസം ഉണ്ടായില്ല. മറ്റ് ചില വികസനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃഷിക്കാരനല്ലാത്ത ഞാൻ കൃഷിക്കാരന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതോ സഹായിക്കേണ്ടതോ ബന്ധപ്പെടേണ്ടതോ ഒന്നുമില്ല എന്ന് ഞാൻ എൻ്റെ പരിമിതികളിലേക്ക് ഒതുങ്ങി. ഇവിടെ കർഷകൻ നിലനിൽക്കണമെങ്കിൽ കർഷകൻ മാത്രം പോരാ, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കർഷകനെ സഹായിക്കാനുള്ള ബാധ്യതയും കർഷകരോട് മനോഭാവപരമായി ഒത്തുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. CCV ന്യൂസ് ചേലക്കര.